അസ്സലാമു അലൈക്കും. മുത്തുമണികളെ എന്നൊരു പാട്ട് പാടിയിടാൻ പോവുകയാണ്. കാരണം ലൈവിൽ അധികം പാടാൻ പറ്റുന്നില്ല. ലൈവിൽ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കോപ്പി റൈറ്റ് വരുമ്പോഴും ഇതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് കുട്ടികളുടെ അടുത്ത് കൊടുത്ത് ആ കോപ്പി റൈറ്റ് വന്ന പാട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് വീണ്ടും ഇതാക്കിയിട്ടൊക്കെ വേണം ഇടാം. അപ്പം ഇങ്ങനെ അങ്ങോട്ട് പാടിയിട്ടാണെങ്കിൽ കോപ്പി റൈറ്റ് വരുന്ന പാട്ട് ഏതാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് സാധിക്കും. അതിന് എന്നെക്കൊണ്ട് പറ്റുന്ന പണികൾ ചെയ്യാനും പറ്റും. അപ്പോൾ എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുവഴി കേൾക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഓരോ പാട്ടും ഓരോ വീഡിയോസും അങ്ങനെയായിട്ട് ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അറിയില്ല, എനിക്ക് ഈ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുമോ ഇല്ലയെന്ന് അറിയില്ല. കാരണം ഞാൻ ലൈവിൽ കൂടെ ഇഷ്ടംപോലെ പാട്ട് പാടുന്നതാണ്. അപ്പോൾ ഏത് പാട്ടിനാണെന്ന് ഇനിയിപ്പോൾ കുറേ വീഡിയോസുകൾ എടുത്ത് തരേണ്ടി വരും. അപ്പോൾ ഓരോ പാട്ട് പാടി വീഡിയോസാണ് ഇടുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പാട്ടിന് മാത്രമാകുമ്പോൾ കോപ്പിറൈറ്റ് വരുമ്പോൾ നമുക്കറിയാം. ഇടയ്ക്കിടയ്ക്കാന്ന് എടുത്ത് നോക്കിയാൽ മതി കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടോയെന്ന്. ഒന്നാമത്തെ കാര്യം, മാമൻ എനിക്കൊരു പണി തന്നത് കാരണം കൊണ്ട് എനിക്ക് നല്ല പേടിയപ്പോൾ. കാരണം മാമൻ്റെ പണി ചില്ലറ പണിയൊന്നുമല്ല. 90 ദിവസത്തെ പണി കിട്ടിയത് എങ്ങനെയൊക്കെയോ എൻ്റെ 2 മക്കളെ പ്രവൃത്തി കൊണ്ടാണ് അത് 7 ദിവസമാക്കിയിട്ട് ചുരുക്കി തന്നത്. എവിടെയോ ദുബായിലിരിക്കണ 2 മക്കൾ, ആ മക്കളാണ് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ എന്താണെങ്കിലും ആരുമില്ലാത്തവർക്ക്, അറിയാത്തവർക്ക്, നമ്മൾ പറയില്ലേ എന്താണ് മറ്റവർ പറയണവർ മുട്ടുവിൻ തുറക്കപ്പെടുന്നു പറഞ്ഞ മാതിരി ഞാൻ ലൈവ് തുടങ്ങി അതിലെനിക്ക് അങ്ങനെ കിട്ടിയതാണ് 2 മക്കളെ. അവരിന് എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അവർ റെഡിയാണ്, എന്ത് ചെയ്തു തരണമെങ്കിലും അവർ റെഡിയാണ്. അപ്പോൾ അത് കാരണം എൻ്റെ ചാനലിന് വല്ല പ്രശ്നങ്ങളും ഇപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പട്ടിക്കാടല്ല പട്ടാമ്പി എനിക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് പോകണം. പക്ഷേ ഇത് ഇവരങ്ങനെയല്ല, ഇവർ എന്നെ വീട്ടിലിരുത്തിക്കൊണ്ട് തന്നെ എൻ്റെ ഫോണിലെ എല്ലാ പ്രശ്നങ്ങളും അവർ തീർത്ത് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പാട്ടും കൂടി പാടിയിടാമെന്ന് വിചാരിക്കണം. എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക്, കുറേ മക്കൾ എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ എൻ്റെ ജീവിതം കൂടിയും വരും എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിനെ പറ്റിയുള്ള കുറച്ച് ഭാഗം ഈ പാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണല്ലോ ചില ജീവിതങ്ങളും ചില പാട്ടുകളായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മളെ എന്തോ നമ്മളുമായിട്ടൊരു ബന്ധമുള്ള മാതിരി നമുക്ക് തോന്നുമല്ലോ. എന്നാൽ മാതിരി എന്നെ പറ്റിയൊരു ചെറിയ ബന്ധം ഈ പാട്ടിലുണ്ട് എന്നെനിക്ക് തോന്നി. അപ്പോൾ ഇതൊന്ന് പാടിയിടാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, ചെറിയൊരു പാട്ടുകാരിയാണ്. എന്നെക്കൊണ്ട് അറിയാവുന്ന രൂപത്തിൽ പറ്റാവുന്ന അത്ര വൃത്തിയാക്കിയിട്ട് ഞാൻ പാടുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാടാം. പാടാൻ ഞാൻ ഗായികയല്ല, പറയാൻ ഞാൻ കാതികയല്ല, എന്നാലും മനസ്സിൻ നൊമ്പരം പാടുകയാണ്. മണ്ണിലെത്തിയുമായി തീർന്ന് വിളന്ന് കേഴുകയാണ്. പാടാൻ ഞാൻ ഗായികയല്ല, പറയാൻ ഞാൻ കാതികയല്ല, എന്നാലും മനസ്സിൻ നൊമ്പരം പാടുകയാണ്. മണ്ണിലെത്തിയുമായി തീർന്ന് വെളിന്ന് കേഴുകയാണ്. ഉമ്മായും വാപ്പയുമില്ല, ഉറ്റോരും ഉടയവരില്ല, ദുരിതത്തിനാഴക്കടലിൽ നീന്തുകയാണ്. ഞാനീ ദുനിയാവിൽ ഒറ്റപ്പെട്ട് പോയവളാണ്. ഉമ്മായും ഉപ്പയുമില്ല, ഒറ്റോരും ഉടയവരില്ല, ദുരിതത്തിനാഴക്കടലിൽ നീന്തുകയാണ്. ഞാനീ ദുനിയാവിൽ ഒറ്റപ്പെട്ട് പോയവളാണ്. ഒരു നേരത്തന്നത്തിനായി ആരോട് കൈകളിരക്കും, തെരുവിൻ വിളക്കിൻ ചോട്ടിലാണെൻ്റെ അന്തിയുറക്കം. ഒരു നേരത്തന്നത്തിനായി ആരോട് കൈകളിരക്കും, തെരുവിൻ വിളക്കിൻ ചോട്ടിലാണെൻ്റെ അന്തിയുറക്കം. താരാട്ടിൻ ഈണവുമില്ല, പാലൂട്ടാൻ ഉമ്മയുമില്ല, കഴിവുള്ളോർക്കനിയുന്നില്ല, കണ്ണീരവരറിയുന്നില്ല. ഒരു കൈ സഹായം നൽകാൻ ആരുണ്ട്, എന്നിലെ ഉൾവിളിയൊന്നറിയാൻ ഇവിടെ ആരുണ്ട്. ആദിയിൽ അല്ലാൻ്റെ മുത്ത് റസൂലും യതീമായവരാണ്. ആമിന തന്നുടെ ഓമന മുത്തിനെ ഞാൻ ഇന്നോർക്കുകയാണ്.
ആദിയിൽ അള്ളാൻ്റെ മുത്ത് റസൂലും യതീമായവരാണ്. ആമിന തന്നെ ഓമന മുത്തിനെ ഞാൻ ഇന്നോർക്കുകയാണ്. അരിമാ ബിലാലിൻ കണ്ണിൽ ഒലിവായി നിറഞ്ഞവരല്ലേ, അശരണർക്കായി എന്നും മണ്ണിൽ കാരുണ്യം തീർത്തോരല്ലേ. ഒരു കൈ സഹായം നൽകാനാരുണ്ട്, എന്നിലെ ഉൾവിളിയൊന്നറിയാൻ ഇവിടെ ആരുണ്ട്. പാടാൻ ഞാൻ ഗായികയല്ല, പറയാൻ ഞാൻ ഗാതികയല്ല, എന്നാലും മനസ്സിൻ നമ്പരം പാടുകയാണ്. മണ്ണിൽ യതീമായി തീർന്നവളെന്ന് കേഴുകയാണ്. മണ്ണിൽ യതീമായി തീർന്നവളെന്ന് കേഴുകയാണ്. അപ്പോൾ എൻ്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന കുറേ മക്കളുണ്ട്, ഒരുപാട് മക്കൾ. അപ്പോൾ ഞാൻ ഈ ലൈവിൽ ഇങ്ങനെ പാടുമ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പാട്ടിനെ സ്നേഹിക്കുന്നവർക്ക് അത് ഇഷ്ടമാണ്. അതായത് ലൈവ് കൂടെ പാട്ട് പാടുമ്പോൾ കമൻറ്റ് വായിക്കാൻ നമുക്ക് പറ്റില്ല, അപ്പോഴത്തേന് കമൻറ്റുകൾ കുറേ പോകും. അപ്പോൾ പാട്ട് ചോദിച്ചവർക്ക് നിരാശയാണ്, ഈ പാട്ടുകൾ ചോദിക്കുന്നവർക്ക് നിരാശയാണ്. അവർ നിങ്ങളുടെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ലൈവിൽ വരുന്നത് എന്ന് പറയുന്ന മക്കളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനത് പാടിയിരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ലൈവിൽ കേൾക്കാൻ പറ്റാതെ ഇങ്ങനെ കേട്ടോളി. ലൈവിൽ പറ്റാവുന്നത് ഞാൻ ലൈവിൽ പാടാം. ലൈവിൽ ഇനി അതായാലും പാടുമ്പോൾ കുറച്ചൊക്കെ പാടാൻ പറ്റുമോ, കാരണം കമൻറ്റ് ഒരുപാട് വരുമ്പോൾ അത് കുറച്ചൊക്കെ വായിക്കണം. അല്ലെങ്കിൽ കമൻറ്റ് ഇടുന്നവർക്ക് അത് വിഷമമായി തരും, നമ്മൾ വായിക്കാതെ മൈൻഡ് ചെയ്യില്ല എന്നുള്ള പ്രശ്നമായി തരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു പാട്ടുമായിട്ട് വീണ്ടും ഞാൻ വരാം. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്ന പാട്ടാണെങ്കിൽ ഞാൻ പ്രൈവറ്റ് ആക്കില്ല, ഡിലീറ്റ് ആക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പാട്ട് പാടിയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.